ജമ്മു കാശ്മീരിലെ രജൌരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച സുബേദാർ സജീഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പതിവ് പരിശോധനയ്ക്കിടെ താഴ്ചയിലേക്ക് വീണാണ് ഈ അപകടമുണ്ടായതും മരണം സംഭവിക്കുന്നതും. ചെറുകുന്ന് ബാലബോധിനി സ്കൂളിൽ പൊതുദർശനം നടക്കുകയാണ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, പൊതുദർശനം പുരോഗമിക്കുകയാണ്. മറ്റ് നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? കുടുംബം, നാട്ടുകാരും ഒപ്പം ജോലി ചെയ്തിരുന്ന ഓരോരുത്തരുമൊക്കെ എന്താണ് നമ്മളെടുത്ത് സംസാരിച്ചത്? പൂജ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പൊതുദർശനത്തിനായിട്ട് തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയുമാണ്. ഒരുപാട് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി സുബേഷിന്റെ മൃതദേഹം, മലയാളി ജവാന്റെ മൃതദേഹം കാണുകയും അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. മൃതദേഹം സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. നമുക്കറിയാം, അവിടെ ഉണ്ടായ ഒരു പെട്രോളിങ്ങിനിടയിൽ, ഉച്ചയ്ക്ക് നടന്ന പെട്രോളിങ്ങിനിടയിലാണ് അപകടത്തിൽപ്പെടുന്നതും മരണപ്പെടുന്നതും ഒക്കെ. വെള്ളിയാഴ്ച വൈകിട്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അനുശോചനം അറിയിക്കുകയാണ്. അവിടെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കുടുംബമാണ്. ഇവിടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവരാണ് ബാക്കിയുള്ളവരൊക്കെ. സജീഷാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഇടയിലാണ് ഈ വീരമൃത്യു ഉണ്ടായിരിക്കുന്നത്. രാജ്യസേവനത്തിൻ്റെ ഇടയിൽ സംഭവിച്ച ഈ കാര്യത്തിൽ എല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്. നാട്ടുകാർ മൊത്തം വലിയൊരു ജനാവലിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. കുടുംബമൊക്കെ ഞങ്ങൾക്കൊക്കെ. അവിടെ PK കുഞ്ഞാലിക്കുട്ടിയാണ് സംസാരിക്കുന്നത്. രജോരിയിലാണ് ഈ അപകടമുണ്ടാകുന്നത്. അപ്പോൾ പതിവ് പരിശോധനയ്ക്കിടെ താഴ്ചയിലേക്ക് വീണാണ് അപകടമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം മരണമടഞ്ഞത്. ചെറുകുന്ന് ബാലബോധിനി സ്കൂളിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ഇംതിയാസ് കരീമാണ് നമ്മളെടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.